ഇന്നൊരു വെറൈറ്റിക്ക് വീട്ടിലുണ്ടാക്കിയ സോയിൽ ക്ലേ വെച്ചിട്ട് നമുക്ക് ഇന്തമാതിരി ഒരു ക്യാൻഡിൽ ഹോൾഡർ ഉണ്ടാക്കിയാലോ. അങ്ങനെ നമ്മൾ സോയിൽ ക്ലേ വെച്ചിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതിന് മുൻപേ നമ്മളൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയിരുന്നു. ആദ്യം നമ്മൾ നീളത്തിലൊന്ന് ഉരുട്ടി കൊടുക്കുക, എന്നിട്ടൊരു 6 ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. പിന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ളതും കൂടെ നമുക്ക് വേണം. എന്നിട്ട് നമ്മൾ അതിന് ചുറ്റും ഈ ഒരു ബോൾസ് ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എളുപ്പമുള്ള കാര്യമാണ്, നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച ബോൾസിനെ നമ്മൾ തള്ളവരിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ക്ലേ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളമെങ്കിലും യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. എന്നാലുള്ള നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതിക്കൊക്കെ ആയി കിട്ടും. ഞാൻ അതിൻ്റെ ബാക്ക് സൈഡും ഇതുപോലൊന്ന് ഷേപ്പാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത് നൈറ്റ് ആട്ടോ ഉണ്ടാക്കിയിരുന്നത്. എന്നിട്ട് പിന്നെ മോർണിംഗ് ആയപ്പോൾ ഞാനിത് അടുപ്പിൻ്റെയൊക്കെ അവിടെ വെച്ച് ചൂട് തട്ടിയിട്ടാണ് ഇത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഉണങ്ങി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ വെച്ചിട്ട് ചൂടാക്കി പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് പെയിൻറ്റും കൂടെ അടിച്ചു കൊടുത്താലല്ലേ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതിന് ആദ്യം ഒരു വൈറ്റ് കളർ അടിച്ചു കൊടുത്തു. ഉണങ്ങിയതിന് ശേഷം അതിന് യെല്ലോ കളറാണ് കൊടുത്തിരുന്നത്. ഇനിയും നമ്മളെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ക്യാപ്ഷന് മുകളിൽ ടാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. ഇതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കയ്യും ലൈറ്ററും പാടൊന്ന് കൂട്ടിമുട്ടിയായിട്ടൊന്ന് പൊള്ളി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ക്യാൻഡിൽ ഹോൾഡർ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും മറക്കണ്ട.